1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഇത് കരിങ്കാളിക്ക് കുങ്കുമാർച്ചന ചെയ്ത പ്രസാദമാണ്. ഈ കുങ്കുമം എന്നും രാവിലെ നെറ്റിയിൽ തൊടണം. കുറച്ചു മുമ്പ് മഹി ഇവിടെ ഉണ്ടായിരുന്നു. ലക്ഷ്മി ഇപ്പൊ ഇവിടെ വന്നോ? ചെറിയ മയക്കത്തില് അയാളതെ ഇവിടെ എന്റെ അരികിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ കർക്കിടകമായിട്ട് മോനെ വന്നൊന്ന് കാണണം. ഇവിടെ 1-2 ദിവസം കിടക്കുകയും വേണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. കേട്ടായിരുന്നോ ഇവിടെ പറയുന്നതൊക്കെ? ആ കേട്ടു. കണ്ണേട്ടന്റെ സംസാരം എന്നെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. എന്നുവെച്ചാ ഞാൻ ഈ മുറിയിൽ ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞു പറഞ്ഞത് താൻ കേട്ടില്ലേ? അപ്പോഴാ സമാധാനായത്. മഹി ആർക്കോ ഇപ്പൊ ഒളിച്ചോടിന്നൊക്കെയാ പറയുന്നത്. അതിലെനിക്ക് ഒരു അത്ഭുതവും ഇല്ല. അവരതല്ല അതിനപ്പുറവും പറയും. എന്തായാലും ശത്രുക്കൾ രണ്ടാളും കൂടി ഒന്നിച്ചിവിടെ എത്തി. ഇനി മാർക്കോയുടെ വിവരം പറയണം. എന്നിട്ട് അവരുടെ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു ചാർട്ട് ഉണ്ടാക്കണം. മഹി ഒരുപാട് ദ്രോഹിച്ച അയാളുടെ രണ്ടാനച്ഛനെ അമ്മയൊക്കെ കാണണമെന്ന് തോമസ് സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും സാധിച്ചു. എന്നാലും രണ്ടിന്റെ അഭിനയം അപാരം തന്നെ മഹി. ശരിക്കും പറഞ്ഞ 2 അവതാരങ്ങൾ തന്നെ. സാറേ, 2 കക്ഷികൾ വന്നിട്ടുണ്ട്. ആ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും അമ്മയും. അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒഴിച്ചിലും പിഴിച്ചിലും നടത്തണമെന്നാ പറയുന്നത്. കണ്ണൻ ഇവിടെ കിടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതായിരിക്കും. അതിനേ വഴിയുള്ളൂ. അവരോട് വരാൻ പറ. ശരി സാർ. വരൂ. ആ വാ. വരൂ. നമസ്കാരം. നമസ്കാരം. ആ ജയബാലൻ പൊയ്ക്കോ. ശരി. ആ 2 പേരും ഇരിക്കും. ഞങ്ങൾ ആരാണെന്ന് ഇവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞായിരുന്നോ? ജോലിക്കാരനോ? ആ, ഇപ്പൊ അങ്ങോട്ടൊരാള് പോയായിരുന്നല്ലോ. അയാളോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ആരാണെന്ന്. എന്നോട് പക്ഷേ ജയബാലൻ പറഞ്ഞില്ല. പിന്നെ അയാൾ ഇവിടുത്തെ എന്റെ ഒരു സ്റ്റാഫാണ്. സ്റ്റാഫ് എന്ന് പറയുമ്പോ ജോലിക്കാരൻ തന്നെയല്ലേ? അതുകൊണ്ടാണ് അമ്മ ജോലിക്കാരൻ എന്ന് പറഞ്ഞത്. അമ്മയൊക്കെ തനി നാടനാ. നാടനല്ല, കാടനാ. അല്ല, എന്താ വന്നത്? അല്ല സാറേ, ഒരു മഹാഭാവി കാരണമൊന്നും കൂടാതെ എന്നെ തല്ലിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു, പിന്നെ വീൽചെയറിലും. ഇപ്പോ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടെങ്കിലും നടുവിനും കൈക്കും കാലിനും ഒക്കെ വലിയ വേദനയാ. പിന്നെ അമ്മയ്ക്ക് വയസ്സായതിൻ്റെ കുറെ അസുഖങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കണ്ണൻ ഇവിടെ കിടക്കുകയല്ലേ. അവന്റെ ഭാര്യയെ കാണാനില്ലാത്തതുകൊണ്ട് കൊച്ചൻ ഭയങ്കര സങ്കടത്തിലാ. അങ്ങനെയുള്ളപ്പോഴല്ലേ ആ മോനെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടത്. മഹാലക്ഷ്മിയെ ആരെങ്കിലും അപായപ്പെടുത്തി കാണുമെന്ന് കണ്ണനും കണ്ണന്റെ കൂട്ടുകാർക്കും ചില സംശയങ്ങളുണ്ട്. സാറേ, അപായപ്പെടുത്തിയെങ്കിലേ ഇപ്പൊ അതൊക്കെ പോലീസുകാർ കണ്ടുപിടിക്കത്തില്ലായിരുന്നോ? ഇത് അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാ. അങ്ങനൊരു കുട്ടിയാണ് മഹാലക്ഷ്മി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് സാറേ അവളുടെ മിടുക്ക്. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ണനെ പോലൊരാണോടൊപ്പം ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊക്കെ ഏറെ നാൾ പിടിച്ചു നിൽക്കുവോ സാറേ? മഹാലക്ഷ്മിയെ പോലുള്ള പെൺകുട്ടികൾ ആണിന്റെ വൈകല്യമല്ല, അവന്റെ സ്വഭാവമാണ് കണക്കിലെടുക്കുന്നത്. എന്തു സ്വഭാവം കണക്കിലെടുത്താലും പെൺകുട്ടികൾക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? അവർക്കും സ്വന്തം കുഞ്ഞിനെ താലോലിക്കണമെന്നൊരു മോഹമൊക്കെ ഉണ്ടാവില്ലേ? മഹാലക്ഷ്മിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ മഹാലക്ഷ്മിയുടെ രണ്ടനച്ഛനായത്? അവക്ക് ഒരു 2-3 വയസ്സുള്ളപ്പോൾ ഞാൻ അവളെ സംരക്ഷിച്ചു തുടങ്ങിയതാ. ആ, സംരക്ഷിച്ച കാര്യമൊക്കെ അങ്ങ് വിട്. അതിനെപ്പറ്റിയൊക്കെ ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു 10-20 വർഷം
നിങ്ങളെ അച്ഛാന്ന് വിളിച്ച മകളാണ് മഹാലക്ഷ്മി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ സ്വഭാവം ഇപ്പോഴും കൃത്യമായി തിരിച്ചറിയില്ല. അങ്ങനെ തിരിച്ചറിയുമായിരുന്നെങ്കിൽ ഇപ്പോഴിത് പറയില്ലായിരുന്നു. കണ്ണനു വേണ്ടി അർപ്പിച്ച ജീവിതമാണ് മഹാലക്ഷ്മിയുടേത്. അവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത് കലർപ്പില്ലാത്ത സ്നേഹമാ, നിഷ്കളങ്കമായ സ്നേഹം. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരാരും അധിക നാളിനി ഈ ഭൂമി കാണത്തില്ല. വേറൊന്നും കൊണ്ടല്ല, പതിവ്രതയായ പെൺകുട്ടികൾക്ക് മരണം സംഭവിച്ചാൽ അവർ ഈ ഭൂമിയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. അവരിവിടൊക്കെ തന്നെ കാണും. അവരെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ. ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നതിനോട് ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല സാറേ. അതെ അതെ, ചില മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ പ്രേതങ്ങളും ഓടി ഒളിക്കും. ആ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ? അയ്യോ അല്ല സാറേ, ചില നാളുകാരെ ഈ പ്രേതത്തെ ഭൂതത്തെ ഒക്കെ കാണത്തുള്ളൂ. ഇവന്റെ നാള് മൂലോ, എന്റെ നാള് ചിത്തിരയാ. ആ നാളുകാരെ ഈ പ്രേതവും പിശാചും ഒന്നും ശല്യം ചെയ്യത്തില്ല സാറേ. അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ പഴയ ഇല്ലങ്ങളിലൊക്കെ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പെൺകുട്ടികളെ ഇതുപോലെ ചതിയിൽപ്പെടുത്തി കൊന്നുകളയാറുണ്ട്. പിന്നെ ആ കുടുംബവും വരും തലമുറകളും നശിക്കുന്നത് മരണപ്പെട്ട ആത്മാവിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും. ആ, നിങ്ങളിപ്പോ വന്നത് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനല്ലല്ലോ, ചികിത്സക്കല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ആ കൈയൊന്ന് കാണിച്ച്. കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നോ? അയ്യോ ഉണ്ടായിരുന്നു സാർ. ഈ സ്റ്റോൺ എന്ന് പറയുമ്പോ ഒന്നൊന്നര സ്റ്റോൺ ആയിരുന്നു. അത് കണ്ടിട്ട് ഇവനെ ചികിത്സിച്ച ഡോക്ടർ ചോദിച്ചായിരുന്നു, ഇവൻ ചോറിന് പകരം കല്ലാണോ വിഴുങ്ങുന്നത്? പ്രഷറും ഷുഗറും സാമാന്യം തരക്കേടില്ലാതെ ഉണ്ടല്ലേ? ഉണ്ട് സാറേ. സാറേ എനിക്കിതൊന്നുമില്ല, ഒന്ന് നോക്ക് സാറേ. ഒന്നുമില്ലടാ, ഒന്ന് നോക്കട്ടെ. വെരിക്കോസ് വെയിനുണ്ടോ? ഓ, ഇടയ്ക്കൊക്കെ കാലു പണി മുടക്കാറുണ്ട്. ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നില്ല. ഓർമ്മക്കുറവുണ്ടല്ലേ? അതേ ഉള്ളൂ. നല്ല നല്ല ചിന്തകളും ദൈവചിന്തകളുമായി പോയില്ലെങ്കിൽ ഓർമ്മ പാടേ നശിക്കും. നമ്മൾ നേരായ മാർഗത്തിൽ ചിന്തിക്കാതെ വളഞ്ഞ വഴിയിൽ പോകുമ്പോൾ നമ്മുടെ തലച്ചോറിന് തന്നെ നമ്മളോട് ദേഷ്യം തോന്നും. അതോടെ തലച്ചോറങ്ങ് സംഭവിക്കും. പിന്നെ ഒന്നും ഓർമ്മ കാണില്ല. പ്രായത്തിനനുസരിച്ച് പ്രാർത്ഥന കൂടണം, നല്ല ചിന്തകളും. ഇനി ശ്രദ്ധിച്ചോളാം. നാഡീജനമുകൾ നോക്കിയിട്ട് സാർ ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു. നാഡിയിൽ പിടിക്കുമ്പോൾ തന്നെ എനിക്കറിയാമടോ, ശുദ്ധരക്തമുള്ളവരെയും അശുദ്ധ രക്തമുള്ളവരെയും. കുറച്ചു ദിവസം മുമ്പ് എന്റെ നാടി പിടിച്ചു നോക്കിയിട്ട് ഒരു വൈദ്യര് പറഞ്ഞിരുന്നു, എന്റെ ദേഹത്ത് ശുദ്ധരക്തം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ആ വൈദ്യർക്ക് നാഡീ ഞരമ്പുകളെ കുറിച്ചൊന്നും വലിയ പരിജ്ഞാനം ഒന്നും കാണില്ലായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയേണ്ടതല്ല. കുറച്ചൊക്കെ വിഷം കലർന്നിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ. ജയപാല സാർ. ഒരു മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ സാർ. അത് ഇവർക്ക് കൊടുക്ക്. ശരി സാർ, വരൂ. എന്നാ ചെന്നാട്ടെ.
എടാ മോനെ, ഇപ്പോഴേ കണ്ണന്റെ ഫിനാൻസിയേഴ്സില് കണ്ണനുമില്ല മഹാലക്ഷ്മിയും എന്ന് വെച്ചാ MD കസേരയിൽ ആളില്ലെന്നാ ഞാൻ പറഞ്ഞത്. എടാ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് മോൻ അവിടേക്ക് പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കണ്ണേട്ടൻ പറയാതെ അങ്ങനെ പോകുന്നത് ശരിയാണോ? എന്റെ മോനെ, ഇനിയിപ്പൊ കണ്ണൻ മടങ്ങി വന്നാലുവേ നമ്മളൊക്കെ കാണാൻ പോകുന്നത് ആ തലയെടുപ്പോടെ നിൽക്കുന്ന കണ്ണനെ അല്ല, തളർന്ന കണ്ണനെ ആയിരിക്കും. എടാ, അങ്ങനെയുള്ളവന് ഇനി കമ്പനി കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല മോനെ. അതുകൊണ്ട് നീ പതുക്കെ എല്ലാത്തിന്റെയും മേൽനോട്ടം അങ്ങ് ഏറ്റെടുക്കണം. അത് ശരിയാ ഉണ്ണിയേട്ടാ. മുൻപ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാ ഉണ്ണിയേട്ടന് പറ്റിയ തെറ്റ്. അന്നേ എല്ലാത്തിന്റെ ഒരു കൺട്രോൾ ഉണ്ണിയേട്ടനും കൂടി ഏറ്റെടുക്കണമായിരുന്നു. അതൊന്നും കണ്ണേട്ടന് ഇഷ്ടമല്ല. അങ്ങേർക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോ ക്യാമറ ഉണ്ടല്ലോ. അതുകൊണ്ട് സ്വന്തം ഓഫീസ് റൂമിലിരുന്ന് കണ്ണേട്ട എല്ലാം കാണുകയും ചെയ്യും, നിയന്ത്രിക്കുകയും ചെയ്യും. എടാ, ഇനിയിപ്പൊ അതിനുള്ള മനസ്സൊന്നും അവന് കാണില്ല ഉണ്ണി. അവിടെയാണ് നീയും മേഘനും ഒക്കെ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ നീ ഫൈനാൻസിയേഴ്സിലേക്ക് പോണം. MDയുടെ കസേരയിലേക്ക് ഇരിക്കണം. നാളെ നീ അവിടേക്ക് വരുമെന്ന് അവിടെയുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുന്നതിൽ തെറ്റില്ല. കണ്ണേട്ട ഇതറിഞ്ഞാൽ ഏത് രീതിയിലെടുക്കുമെന്ന് പറയാൻ പറ്റില്ല അമ്മേ. ഇനിയിപ്പോ അങ്ങേരെന്തേലും ചോദിക്കുകയാണെങ്കിൽ അങ്ങേരെ സഹായിക്കാൻ പോയതാണെന്ന് മാത്രം പറഞ്ഞാ മതി. ആ, അത്രേ ഉള്ളൂ. ആ, എടാ, നീ എത്രയും പെട്ടെന്ന് ഫൈനാൻസിലേക്ക് പോവാൻ നോക്ക്. എടാ, മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നിനക്കും മേഘനും വാമേട്ടനും ഒക്കെ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കണ്ണൻ. ഈ അടുത്ത സമയത്താ അതിനൊക്കെ മാറ്റം വന്നത്. ഇനി പക്ഷേ നഷ്ടപ്പെട്ട ആ പ്രതാപമൊക്കെ തിരിച്ചു പിടിക്കാനാവുമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ കമ്പനിയുടെ സകല കൺട്രോളും നിങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കണം. ഭാര്യയുടെ വേർപാടില് കരഞ്ഞു നിലവിളിച്ചിരിക്കുന്നവന് ഇനി ഒന്നിനും കഴിയില്ല മോനെ. ജീവിച്ചിരിക്കുന്ന ഒരു ജഡം, അതായിരിക്കും ഇനി കണ്ണൻ. ഇനി ഇടയ്ക്കിടയ്ക്ക് അമ്മയും മോനും കൂടെ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ആ, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് സേഫ് അല്ല കണ്ണേട്ടാ. അവിടെ ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള പറ്റിയ സന്ദർഭാ. ഒന്ന് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്ക. എന്നാ പിന്നെ പോയിട്ട് വാ. അമ്മയ്ക്ക് അതൊരു സന്തോഷമായിരിക്കും. അനന്തവേട്ടൻ പോയതുകൊണ്ട് ലേഖ വരുന്നു പറഞ്ഞിരുന്നു. ഞാനാ ലേഖയാ. ആ, ലേഖ തന്നെയാ. ഞാൻ താമസിച്ചില്ലല്ലോ. ഇല്ല, വാ. ഇയാൾക്ക് ഇയാളുടെ വീട് വരെ പോണമെന്നാ പറയുന്നത്. വീട് വരെയോ? അനന്തവേട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഹാ, പറഞ്ഞു. ഒരു കംസനും അയാളുടെ അമ്മയും ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വീട്ടിലിപ്പോ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവരിവിടെ ഉള്ളതുകൊണ്ട് പകൽ സമയത്ത് ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് മാർക്കോയോട് പറഞ്ഞ അവൻ എന്നെ വീട് വരെ കൊണ്ടുവിടും. എന്നാ പിന്നെ പെട്ടെന്ന് പോയിട്ട് വാ. അനന്തോട്ടം വരുന്നവരെ ഞാൻ എന്തായാലും ഇവിടെ കാണും. ഞാൻ പോയിട്ട് വരട്ടെ കണ്ണേട്ടാ. പോകുമ്പോ സൂക്ഷിച്ചോ. തന്നെ പ്രതാപനും അയാളുടെ അമ്മയും കാണണ്ട. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആരും ഇല്ലായിരുന്നു. സൂക്ഷിച്ച് ഞാൻ പോവും. മാർക്കോ പുറത്തുണ്ടോ ലേഖേ? ആ, ഉണ്ട്. ആ, കണ്ണേട്ടന്റെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ പുറത്ത് നിൽക്കുക. ഇവിടെ എനിക്ക് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അവനോട് പോകാൻ പറഞ്ഞാണല്ലോ. അവനിങ്ങനെ പോയും വന്ന് നിൽക്കുക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം കണ്ണേട്ടാ. ആയിക്കോട്ടെ, സൂക്ഷിച്ചു പോണേ. ശരി. ഇനിയിപ്പോ കുറ്റിയിടേണ്ട കാര്യമില്ലല്ലോ. ഡോർ തുറന്നു വന്നാലും മഹി ഇവിടെ ഇല്ലല്ലോ.
ഇന്നത്തെ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാ മഹിയുടെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും ഇവിടെ വന്നത്. പേടിപ്പിച്ച് കൊല്ലണം രണ്ടിനെയും. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല കണ്ണേട്ടാ. ആരാ? മോളല്ലേ? എന്റെ ലക്ഷ്മി മോള്? അത് ശരി. അപ്പോ കണ്ണു പൊത്തുമ്പം വരെ വന്നത് ഞാനാണെന്നറിയാം. അത് പിന്നെ എനിക്കറിയില്ലേ. എങ്ങനെയാ വന്നത്? എന്നെ മാർക്കോ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവിട്ടതാ. പിന്നെ നോക്കുമ്പോ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അമ്മ ഇവിടുന്ന് പാചകം ചെയ്യുന്നു. നേരെ ഇങ്ങ് കയറി പോന്നു. എന്നാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇവിടെ കാണുമെന്നൊരു തോന്നല് മോൾക്കില്ലേ? ഇല്ല, അവരിവിടെ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ വന്നേ. പ്രേതശല്യം ഒഴിവാക്കാൻ കാടിനകത്തൊരു കരിങ്കാളി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെ മന്ത്രവാദിയെ കൊണ്ട് രക്ഷ എഴുതി കെട്ടിക്കാൻ പോയിരിക്കാ രണ്ടാളും. എന്നാലേ രക്ഷയൊക്കെ എഴുതി കെട്ടിച്ചിട്ട് അവര് നേരെ തോമസ് സാറിന്റെ ഹോസ്പിറ്റലിലേക്കാ വന്നത്. അത് ശരി. കർക്കിടകമല്ലേ, തോമസ് സാറിന്റെ ചികിത്സ തേടി വന്നതാ. അതോടൊപ്പം ഞാൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നവർക്ക് കണ്ണേട്ടനെ കണ്ട് സഹതാപവും രേഖപ്പെടുത്തണമായിരുന്നു. അപ്പൊ പിന്നെ അത് നല്ലൊരു അവസരമായിട്ട് കണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു. എനിക്കതുകൊണ്ട് അമ്മയുടെ ഒപ്പം ഒരു ദിവസം നിക്കാലോ. നല്ലൊരു ബന്ധം മോൾക്ക് കിട്ടിയത്. പക്ഷെ ജീവിക്കാൻ വേണ്ടി മോൾ ഒരുപാട് പാടുപെടുന്നുണ്ടല്ലേ മോളെ? സാരമില്ലമ്മേ, ജനിച്ചപ്പോ മുതല് അങ്ങനൊരു ഭാഗ്യദോഷം എനിക്കുണ്ടല്ലോ. എങ്കിലും കണ്ണേട്ടനോടൊപ്പമുള്ള ജീവിതം എനിക്കൊരു മടുപ്പല്ലമ്മേ, സന്തോഷം തന്നെയാ. എല്ലാം ശരിയാവും മോളെ. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവര് തോറ്റു പോത്തേയുള്ളൂ. അല്ലമ്മേ, രാവിലെ എന്താ കഴിക്കാൻ? മോള് വരുമെന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഉള്ളത് മതി, നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ മോൾ അങ്ങോട്ടിരിക്കെ, ഞാൻ എല്ലാം എടുത്തോണ്ട് വരാം. മോളെ പിടിക്കേ. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കൂടി കഴിക്കാനാ ഞാൻ വന്നത്. ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റൂ. അവിടെ സഹായത്തിന് അനന്തവേട്ടനും മാർക്കോയും ഒക്കെ ഉണ്ട്. അയ്യോ, ആരോ വന്നല്ലോ അമ്മേ. ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും നോക്കുന്നേ? ആ, മൊത്തത്തിലൊന്ന് നോക്കിയതാ. അമ്മേ, ഉണ്ണിയും കരുണയും. അയ്യോ, ഉണ്ണിയും കരുണയോ? അവരിങ്ങോട്ട് വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ മുകളിൽ ഏതെങ്കിലും മുറി കയറി ഇരിക്കാം.
ഏട്ടത്തിന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ അമ്മേ? ഇല്ല മോനെ, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണമൊക്കെ നടക്കുക.